ലുലു മാളിലെ ഓഫർ ചാകര നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഐറ്റംസിലാണ് കുട്ടികൾക്ക് മെയിനായിട്ടും വേണ്ടത് എല്ലാ സാധനങ്ങളും നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ലുലു മാളിൽ പോകുന്ന സമയത്ത് നല്ല കിടിലം എസിയും കൊണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ പർച്ചേസ് ചെയ്യാതിരിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, മാക്സിമം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയറും കൂടെ മറക്കാതെ ചെയ്തേക്കണം. അപ്പോൾ കൊട, ബുക്ക്, പേന, പെൻസിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ട് കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു അടിപൊളി ബുക്സിൻ്റെയും ബാഗ്സിൻ്റെ ഒക്കെ ഒരു വലിയൊരു കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. ഓഫർ ചാകര തന്നെ. അപ്പോൾ അവിടുത്തെ വിഷ്വൽസാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരു കൗണ്ടർ വന്നിട്ട് ഫ്രണ്ടിലുണ്ട്. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഒരു മാതൃകയിൽ ട്രിവാൻഡ്രം ലുലു മാളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള A to Z ഐറ്റംസുകൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. കയറി വരുന്ന സമയത്ത് തന്നെ ബുക്സിൻ്റെയൊക്കെ ഒരു കൗണ്ടർ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ആണെങ്കിൽ 400, 500, 600 ആ ഒരു റേറ്റിലൊക്കെ ബുക്സിൻ്റെ കൗണ്ടറുണ്ട്. അതോടൊപ്പം തന്നെ ബാഗ്സിൻ്റെ കൗണ്ടറുണ്ട്. ബുക്സിൻ്റെ കൗണ്ടറിന് അത്രയും റേറ്റിൻ്റെ ഡിഫറൻസ് ഇല്ല. ബാഗ്സിൻ്റെ കൗണ്ടറിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബുക്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്താണ് ഇതുപോലെ തന്നെ 300, 400, 500 ആ ഒരു റേറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത് ഫ്ലാസ്ക് ആണ്. അതായത് ഈ ഒരു ചൂട് കാല സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാം. അതോടൊപ്പം തന്നെ ആവറേജ് ക്വാളിറ്റിയും ബിലോ ആവറേജ് ക്വാളിറ്റിയും മോഡറേറ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെല്ലോയുടെ പ്രോഡക്റ്റാണ്. സെല്ലോയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 146 രൂപയുടെ 110 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ട് വോയിസ് ഓവറായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ക്രൗഡുണ്ട്. നമുക്ക് വോയിസ് ഒന്നും കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെല്ലോടെ തന്നെ വേറൊരു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള, അതും സ്റ്റീലിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. 357 ഉണ്ട്, 699 ഉണ്ട്. അതായത് അതിൻ്റെ ഒരു കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല കളർഫുള്ളായിട്ടുള്ളതുണ്ട്, നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സെഷനാണ് മെയിനായിട്ടും ലുലു മാൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെല്ലോയുടെ പ്രോഡക്ട്സുകളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർക്ക്. അപ്പോൾ നമ്മളിനി അടുത്തൊരു സെഷൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ മോൾഡിങ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സുകളാണ്. അത് പ്ലാസ്റ്റിക്കിലുണ്ട്. ഈ മെഴുക് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കൊള്ളാം. ഞാനിത് ഓൺലൈനായിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആണെങ്കിൽ പഴയ ജനറേഷൻ എന്നല്ല, ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാ സംഭവങ്ങളും അറിയാം. അതായത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാർട്ടൂണും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണ് അവർ ഇതുപോലുള്ള പ്രോഡക്ട്സുകൾ കാണുന്നതും ഇതുപോലുള്ള പ്രോഡക്ട്സിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് വേണം അത് വേണമെന്നൊക്കെ പറയുന്നത്. ആ കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഈ ഒരു പ്രോഡക്റ്റാണ്, ഇത് ആ ഒരു പ്രോഡക്റ്റ്സാണ് എന്നൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത കുടയുടെ സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കാലം കുടകളാണ്. കാലം കുടകളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 350, 400, 500, 1000 രൂപ വരെ ആ ഒരു റേറ്റിനൊക്കെ ഉള്ള കാലം കുടകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു കുടകളുടെ സെഷൻ വന്നിട്ട് കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുടകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഒരു കുടകളുടെ ഒരു സെഷൻസ് ഒന്നും ഞാൻ ഈ ഒരു സൈഡിൽ കണ്ടില്ല. അതേ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന സമയത്തേക്കാണ് കുറേ ആ ഒരു പൗച്ചസ്, പെൻസില്, കളേഴ്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാസ്റ്റിക്കിലുള്ള പൗച്ചേഴ്സും ഉണ്ട്. അതുകൂടാതെ തന്നെ ടോയ്സിൻ്റെ മോഡലിലുള്ള പൗച്ചസൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു കാറിൻ്റെ മോഡലുള്ള ടോയ്സിൻ്റെ ആ ഒരു മോഡലിലുള്ള പൗച്ചസും ജോമെട്രി ബോക്സസൊക്കെയാണ് ഈ ഒരു സൈഡിലൊക്കെ ഉള്ളത്. അതും 30 രൂപ, 40 രൂപ ആ ഒരു റേറ്റിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ടോട്ടലായിട്ട് നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഒരു സ്കെച്ചിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സെഷൻ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പോയ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബാഗ്സിൻ്റെയൊക്കെ ഒരു സെഷൻസ് കാണാൻ വേണ്ടി പറ്റും. ബാഗ്സും ഇതുപോലെ തന്നെ ബ്രാൻഡഡും ഉണ്ട്, അത് കൂടാതെ തന്നെ ചാത്തൻ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ബുക്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് buy 5 get 50% ഓഫർ, 30% ഓഫർ, 20% ഓഫേഴ്സ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും നമുക്ക് 500 രൂപയുടെ ബുക്ക് വാങ്ങിക്കുമ്പോൾ 250 കിട്ടും.
1000 ബുക്ക് വാങ്ങിക്കുമ്പോഴേക്കും അത് 500 രൂപയ്ക്ക് കിട്ടും. അപ്പോഴേക്കും ഒറ്റ അടിക്കിനെ നമുക്ക് 500 ലാഭം, അല്ലെങ്കിൽ 200 ലാഭം, അല്ലെങ്കിൽ 250 ലാഭം ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാഗ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും അത്യാവശ്യം കത്തി റേറ്റ് ഉള്ളതും ബ്രാൻഡഡ് നമ്മൾ കേട്ട് കേൾവിയും പോലെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെയാണെങ്കിൽ യൂറോപ്യൻ കമ്പനികളുടെ പ്രോഡക്ട്സുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊക്കെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിബും അതോടൊപ്പം തന്നെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോഴേക്കും അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ബാഗ്സിൻ്റെ ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു സൈഡിലാണെങ്കിൽ കുറച്ച് ബാഗ്സും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൗണ്ടർ വന്നിട്ട് ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രത്ത് ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഈ ഒരു മെട്രോയുടെ മോഡലിലാണെങ്കിൽ ഈ ഒരു സെഷനാണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ജോമെട്രി ബോക്സുകൾ ഞാൻ പല സംഭവങ്ങളും നോക്കിയ സമയത്തും അതും കൊള്ളാം, കുട്ടികൾക്കാണ് കൂടുതലായിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മളിതിനടുത്ത് മെട്രോയുടെ അകത്ത് കയറുന്ന സമയത്താണെങ്കിൽ 2 വലിയ ബോഗിയുടെ ഒരു മോഡലിലാണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇതുപോലെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കളേഴ്സ്, അതായത് കുട്ടികളുടെ സ്കിൽസ് കുറച്ച് കൂടുതലായിട്ട് ഡെവലപ്പ് ആവാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ട, ഈ ഒരു കണ്ടെയ്നറിലാണ് നമുക്ക് പെൻസില്, പേന, എല്ലാ കളേഴ്സ് അടക്കം എല്ലാ സംഭവങ്ങളും വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി അടുത്ത കൗണ്ടറിലും അതേപോലെ തന്നെ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് അവിടെ ഉണ്ട്. ഓൾറെഡി സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്കില്ലിന് വേണ്ടിയുള്ള നമുക്ക് അബാക്കോയുടെ കുറച്ച് പ്രോഡക്ട്സ് ഐറ്റംസിൽ നമുക്ക് കാണാൻ പറ്റും. കളേഴ്സിൻ്റെയൊക്കെ കുറച്ച് പ്രോഡക്ട്സ് ഐറ്റംസിൽ കാണാൻ പറ്റും. അതൊക്കെ 40 രൂപ 50 രൂപയുടെ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 99 രൂപ 79 രൂപ 100 രൂപയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. 159 രൂപ പ്രോഡക്റ്റ് ആണെങ്കിൽ 120 അകത്തൊക്കെ ആണെങ്കിൽ സംഭവം നമുക്കിവിടെ കിട്ടും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 30 രൂപ 20 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ചെറിയ വ്യത്യാസങ്ങൾ എല്ലാം കൊണ്ട് ടാലി ചെയ്യുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം. ഇതൊരു യാതൊരു വിധത്തിലുള്ള പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നും തന്നെയല്ല. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാൻ ലുലു മാളിൽ ഈ ഒരു സെഷൻസിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. ബാഗ്സിൻ്റെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വേറൊരു സെഷനാണ് ഇത് കിടക്കുന്നുണ്ട നമ്മുടെ ടിഫിൻ ബോക്സ്. അത് ഒറ്റ സെഷനുള്ള ടിഫിൻ ബോക്സ് ഉണ്ട്, 2 കണ്ടെയ്നറുള്ള ടിഫിൻ ബോക്സും അവൈലബിൾ. 2 കണ്ടെയ്നർ വന്നിട്ട് 500+ ആ ഒരു സംതിങ് ആണ്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽട്ടൻ്റെ പ്രോഡക്റ്റാണ്. കുട്ടികൾക്ക് നമ്മൾ ടിഫിൻ ബോക്സ് എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ടിഫിൻ ബോക്സ് വാങ്ങിക്കണം. എസ്പെഷ്യലി ചൂട് നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ആരോഗ്യത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അത് ഹെൽത്ത് ബെനിഫിറ്റ് കൂടി ആണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഗൈസ്. അപ്പം മിൽട്ടൻ്റെ പ്രോഡക്ട്സ് ഇതൊക്കെയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ അതിലും ഓഫേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഗൈസ്. അതൊക്കെ 30 രൂപ 40 രൂപ ആ ഒരു റേറ്റിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഷൂസിൻ്റെ ആ ഒരു സെഷൻസൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഷൂസിൻ്റെ സെഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതും അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ എനിക്കത് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നത് അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് എന്നാണ് എനിക്ക് ആക്ച്വലി അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു ഷൂസിൻ്റെ സെഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.